പ്രിയ വിദ്യാർത്ഥികളെ, നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ അലങ്കാരത്തെക്കുറിച്ച് പറയാൻ തുടങ്ങിയതേ ഉള്ളൂ. അലങ്കാരം എന്ന വാക്ക് കവിതയ്ക്ക് ശോഭ പകരുന്ന കാര്യങ്ങൾ എല്ലാം ഉൾക്കൊള്ളുന്നതാണ് എന്ന അർത്ഥത്തിലാണ് പണ്ടുപയോഗിച്ചിരുന്നത്. പിന്നീടാണ് ഇപ്പോൾ നമ്മൾ കൽപ്പിക്കുന്ന രീതിയിലുള്ള അർത്ഥത്തിലേക്ക് അത് ചുരുങ്ങിയത്. അപ്പോൾ പഴയ സങ്കല്പം അനുസരിച്ച് കാവ്യത്തിൻ്റെ ആത്മാവിനെ തേടി പലരും നടന്നു എന്നുള്ള കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു. കാവ്യത്തിൻ്റെ ആത്മാവ് രീതിയാണ്, കാവ്യത്തിൻ്റെ ആത്മാവ് ധ്വനിയാണ്. കാവ്യസ്യാത്മാ ധ്വനി എന്നൊരു നിർവചനമുണ്ട് ആനന്ദവർദ്ധന. പിന്നെ അപ്പോൾ ഇങ്ങനെ ഓരോരോ സിദ്ധാന്തങ്ങൾ അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ അവിടെ അങ്ങനെ ഈ ധ്വനിയെക്കുറിച്ച് നമ്മൾ പിന്നീട് പഠിക്കും. കാരണം അത് ഇതിൽ സാമാന്യമായിട്ട് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ടതെന്നാണ്. പ്രത്യേകിച്ച് UG മലയാളം പ്രധാന വിഷയമായിട്ട് പഠിക്കുന്നവർ ധ്വനിയെ സംബന്ധിച്ചൊക്കെ മനസ്സിലാക്കേണ്ട. കാവ്യശാസ്ത്രം എന്നാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഈ ഒരു യൂണിറ്റിനെ പറയേണ്ടിയിരുന്നത്. അങ്ങനെ കാവ്യശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് കൂടുതൽ കാര്യങ്ങൾ കടന്നു വരും. ഇപ്പോൾ അത് വന്നിട്ടില്ല. ഇപ്പോൾ നമ്മൾ കേവലാർത്ഥത്തിലുള്ള അലങ്കാരത്തെക്കുറിച്ച് മാത്രമാണ് അതിൽ പറയുന്നത്. അതുകൊണ്ട് അത് നിങ്ങൾക്ക് അധികം ബുദ്ധിമുട്ട് വരാത്ത ഒരു കാര്യമാണ്. അല്ലെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ച് കൈകാര്യം ചെയ്യേണ്ടുന്നതായി പഠിക്കേണ്ടുന്നതായിട്ടൊക്കെ വരും. ഇതിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, കുറേശ്ശെ മനസ്സിലാക്കേണ്ടുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു വന്നത് അലങ്കാരത്തെക്കുറിച്ചായിരുന്നു. ശബ്ദാർത്ഥങ്ങളിൽ വച്ചൊന്നിൽ വാച്യമായിട്ടിരുന്നിടും ചമത്കാരം ചമയ്ക്കുന്ന മട്ടലങ്കാരമായത് എന്നാണ് നമ്മൾ നിർവചനം പറഞ്ഞത്. എന്താണ് ശബ്ദം, അർത്ഥം ഇവയിൽ ഏതെങ്കിലും ഒന്നിനെ ആശ്രയിച്ചു വരുന്നതും വ്യംഗ്യഭിന്നവും ചമത്കാരകാരകവുമായ ഒന്നാണ്, വസ്തുവാണ് അലങ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചമത്കാരം എന്താണെന്നുള്ളത് നേരത്തെ പറഞ്ഞു. സഹൃദയൻ്റെ ഹൃദയത്തിന് ആഹ്ലാദം നൽകുന്ന കവിതാധർമ്മമാണ് ചമത്കാരം. അതിനെക്കുറിച്ച് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ പറഞ്ഞതാണ്. ഇത് രണ്ടാമത്തെ മൂന്നാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് ഏതൊക്കെയാണ് വരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. അതിൽ നമ്മുടെ AR രാജരാജവർമ്മ പറഞ്ഞിട്ടുള്ളത് ഓർത്താൽ അതിശയം സാമ്യം വാസ്തവം ശ്രേഷ്ഠം ഇങ്ങനെ അലങ്കാരങ്ങളെ തീർപ്പാൻ 4 താനിഹ സാധനം. അലങ്കാരങ്ങൾ ഇവയൊന്നുമല്ല, പക്ഷെ അലങ്കാരങ്ങളുടെ വിഭാഗമാണ്. ഇത് തന്നെ ഏതിൻ്റെതാണ്? അർത്ഥാലങ്കാരത്തിൻ്റെതാണ്. ശബ്ദാലങ്കാരം, അർത്ഥാലങ്കാരം എന്ന് പ്രധാനമായിട്ട് 2 വിഭാഗങ്ങളുണ്ട്. അതിൽ അർത്ഥാലങ്കാരങ്ങളുടെ പ്രധാന വിഭാഗങ്ങളാണ് ഈ 4 എണ്ണം. ഏതൊക്കെ? ഓർത്താൽ അതിശയം സാമ്യം വാസ്തവം ശ്രേഷ്ഠം ഇങ്ങനെ അലങ്കാരങ്ങളെ തീർപ്പാൻ 4 താനിഹ. ചിന്തിച്ചു നോക്കിയാൽ അതിശയം സാമ്യം വാസ്തവം ശ്രേഷ്ഠം എന്നിങ്ങനെ 4 എണ്ണമാണ് അലങ്കാരങ്ങൾ നിർമ്മിക്കുന്നതിന് ഉപയുക്തമായിട്ടുള്ള സാധനങ്ങൾ. ഈ ഉപകരണങ്ങളെ കൊണ്ടാണ്, ഇവയെ കൊണ്ട് തീർക്കുന്നു കവീന്ദ്ര ഉപമാദിയെ തങ്കം കൊണ്ടിക തട്ടാൻമാർ കങ്കണാദിയെ എന്ന പോലും പറഞ്ഞു. ഇവയെ കൊണ്ട് തീർക്കുന്നു. ഇവയെ കൊണ്ട് തീർക്കുന്നു എന്ന് പറഞ്ഞാൽ ഏതിനെ കൊണ്ട് തീർക്കുന്നു? ഇവയെ കൊണ്ടെന്ന് പറഞ്ഞാൽ ഏതിനെ കൊണ്ടാണ്? ഈ പറഞ്ഞ 4 ഘടകങ്ങളുണ്ട്, 4 വിഭാഗങ്ങൾ. ആ വിഭാഗങ്ങളിൽപ്പെട്ടവ, ആ വിഭാഗങ്ങളിൽപ്പെട്ട അലങ്കാരങ്ങൾ, അതാണ് ഉദ്ദേശിക്കുന്നത് ഇവയെ കൊണ്ട്. അപ്പോൾ അതിശയം സാമ്യം വാസ്തവം ശ്രേഷ്ഠം, ഈ 4 എണ്ണം ഇതിനകത്ത് വരുന്ന കാര്യം. അവയെ കൊണ്ട് തീർക്കുന്നു കവീന്ദ്രർ. ഈ 4 ഘടകങ്ങളെ കൊണ്ടാണ് കവീന്ദ്രർ, കവിശ്രേഷ്ഠന്മാർ തീർക്കുന്നത്, നിർമ്മിക്കുന്നത്, പണിയുന്നത്. എന്ത്? ഉപമാദി അലങ്കാരങ്ങൾ. ഉപമാ, ഉത്പ്രേക്ഷാരൂപകം, നിദർശന, ദീപകം തുടങ്ങിയിട്ടുള്ള കാവ്യത്തിനുള്ളിൽ കാവ്യത്തിൻ്റെ മനോഹാരിത വർദ്ധിപ്പിക്കുന്ന അലങ്കാരങ്ങളെയെല്ലാം കവിശ്രേഷ്ഠന്മാർ നിർമ്മിക്കുന്നത്
ഈ 4 ഘടകങ്ങളെ ആസ്പദിച്ചാണ്. അപ്പോൾ ഓർത്താൽ അതിശയം, സാമ്യം, വാസ്തവം, ശ്ലേഷം ഇങ്ങനെ അലങ്കാരങ്ങളെ തീർപ്പാൻ 4 താനിക സാധനം ഇവയെക്കൊണ്ട് തീർക്കുന്നു. കവീന്ദ്ര ഓമാദിയെ തങ്കം കൊണ്ടിക തട്ടാൻമാർ കങ്കണാദിയെ എന്ന്. തങ്കം കൊണ്ട് നമുക്കറിയാം സ്വർണം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. സ്വർണത്തിൻ്റെ ആദ്യ ഇതെന്ന് പറയുന്നത് തങ്കം. ആദ്യം ഈ അയിര് എടുക്കുന്ന പോലെ സ്വർണത്തിൻ്റെ അയിര് എടുക്കുന്ന ആദ്യം തങ്കം, ഈ ബലം ഇല്ലാത്ത സാധനം ആദ്യം വരുന്നു. പിന്നെ അതിനെ സ്വർണ്ണമാക്കി മാറ്റും. ഈ സ്വർണമായിട്ടിരുന്നാൽ ശരിയാകത്തില്ല. പിന്നെ എങ്ങനെ തങ്കം കൊണ്ട്, ഈ തങ്ക കട്ടി സ്വർണത്തെ കൊണ്ട് തട്ടാന്മാർ, പണ്ട് ഈ സ്വർണ്ണപ്പണി ചെയ്യുന്നത് ഇന്നത്തെ പോലെ ജുവലറിയിലെ ടെക്നീഷ്യന്മാരല്ല. ഇപ്പോഴും തട്ടാന്മാരുള്ള ജുവലറികളുണ്ട്. പക്ഷെ പണ്ട് തട്ടാന്മാർ വഴിയിലിരുന്ന് പണി ചെയ്യും. അപ്പോൾ പക്ഷെ അവർക്ക് പണി ചെയ്യണമെങ്കിൽ സ്വർണം കിട്ടണം. പണി ചെയ്യുന്നത് എന്തിനാണ്? കമ്മൽ, മാല, വള, കുണ്ടലം തുടങ്ങി വിവിധങ്ങളായ ആഭരണങ്ങൾ, പല വിധത്തിലുള്ള ആഭരണങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടാണ് തട്ടാന്മാർ തങ്കം അഥവാ സ്വർണം ഉപയോഗിക്കുന്നത്. അപ്പം അതുപോലെയാണ് കവീന്ദ്രർ ഉപമാദികളെ ഉപയോഗിക്കുന്നത്. തങ്കം കൊണ്ടിക തട്ടാന്മാർ കങ്കണാദിയെ എന്ന പോലെ. അപ്പോൾ അതിശയം, സാമ്യം, വാസ്തവം, ശ്ലേഷം ഇവ സ്വർണങ്ങളാണ്, സ്വർണതുല്യങ്ങളാണ്. ഈ 4 എടുത്തു വെച്ചിട്ടാണ് അതിൽ നിന്ന് ഉപയുക്തമായത് കണ്ടെത്തിയിട്ട് ആ അലങ്കാരങ്ങളെ കൊണ്ട് ഈ വിഭാഗങ്ങളിൽ നിന്ന് എടുത്തവയെ കൊണ്ട് ആ മനോഹരമായ അലങ്കാര കൽപ്പനകൾ കവികൾ നടത്തുന്നു. തങ്കം കൊണ്ടിക തട്ടാന്മാർ കങ്കണാദിയെ എന്ന തട്ടാന്മാർ കങ്കണാദികൾ, കങ്കണം, വള, തള, മോതിരം തുടങ്ങിയിട്ടുള്ള ആഭരണങ്ങൾ ഉണ്ടാക്കുന്നത് പോലെയാണ് ഉപമാദി അലങ്കാരങ്ങൾ ഈ 4 സാധനങ്ങളിൽ നിന്നും കവികൾ നിർമ്മിക്കുന്നത്. അതിൽ തന്നെ ഒരു കാവ്യാത്മകത കൊണ്ടുവന്നാണ് പറയുന്നത്. അവിടെ ഒരു അലങ്കാരം അതിനകത്ത് തന്നെ ഉണ്ട്, അല്ലേ? അപ്പോൾ ഇതാണ് അലങ്കാരത്തെക്കുറിച്ചുള്ള സാമാന്യമായിട്ടുള്ള ഒരു ആമുഖ വിവരങ്ങൾ. ഇതിൽ ഈ 4 വിഭാഗങ്ങളെ വീണ്ടും അദ്ദേഹം നിർവചിക്കുന്നു. ഒന്നാമത്തത് അതിശയോക്തിയാണ്. അതിശയോക്തി, സാമ്യോക്തി, വാസ്തവോക്തി, ശ്ലേഷോക്തി എന്നിങ്ങനെയാണ് ഇവയെ വിഭജിച്ചിരിക്കുന്നത്. 4 സാധനം ചെന്നത് ഒന്നൊന്നായിട്ട്. അപ്പോൾ അതിശയോക്തിയാണ്. ഇതിൽ അദ്ദേഹം ഇത് പറയുന്നുണ്ട്. ഈ 4 വളരെ പ്രധാനപ്പെട്ട, ഈ 4 കവീന്ദ്രര് ഉപമാദികളെ കവിതയിൽ ചേർത്ത് വയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അതിലാദ്യത്തേതാണ് അതിശയോക്തി. ഒരു വസ്തുവിനെക്കുറിച്ച് വർണ്ണിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഒരു കാര്യത്തെക്കുറിച്ച് പറയാൻ പോകുന്നു. അപ്പോൾ അത് ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുക എന്നതല്ല, അതിനേക്കാൾ കൂടുതലാക്കി പറയുക, അതിൻ്റെ ഒരു മേനി വർദ്ധിപ്പിച്ച് പറയുക, അല്ലെങ്കിൽ അതിനെ വളരെ മോശമായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഗരിമ വളരെ കുറച്ച് പറയുക, അതിൻ്റെ മഹത്വത്തെ കുറച്ച് കാണിക്കുക, ഒന്നുകിൽ മഹത്വത്തെ വർദ്ധിപ്പിച്ച് പറയുക. ഈ 2 രീതിയിൽ പറഞ്ഞാലും അതിശയോക്തിയുടെ സ്വഭാവമാണ്. മനസ്സിലായി? ഉള്ളതിൽ അധികമോ കുറച്ചോ പറയുന്നതാണ് അതിശയോക്തി എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ പക്ഷേ ഈ അതിശയോക്തിക്കൊരു സവിശേഷതയുണ്ട്.
ഇത് അറ്റ്മോസ്റ്റ് അങ്ങേയറ്റത്തെ അവസ്ഥയിൽ നിൽക്കുന്ന അലങ്കാരം. കാരണം ബാക്കിയുള്ള സാമ്യോക്തി, വാസ്തവോക്തി, ശ്ലേഷോക്തി ഇവയിലെല്ലാം ഈ അതിശയോക്തിയുടെ ഒരു ചെറിയ സ്പർശം ഉണ്ടായിരിക്കും. അതായത് അതിശയോക്തി എന്ന ആ വാക്കിൽ തന്നെ നമുക്ക് കാണാം എന്താണ്, ഉള്ളതിലധികമോ കുറച്ചോ പറയുന്നതാണ്. ബാക്കിയുള്ളതെല്ലാം സാമ്യോക്തിയാണെങ്കിൽ സമാനത പറയുന്നതും, വാസ്തവോക്തിയാണെങ്കിൽ ഉള്ളതിനെ മനോഹരമായി വർണ്ണിച്ച് പറയുന്നതും, ശ്രേഷ്ഠോക്തിയാണെങ്കിൽ ദ്വയാർത്ഥത്തെക്കുറിച്ച് പറയുന്നതും ഒക്കെയാണ്. പക്ഷെ അതിലെല്ലാം തന്നെ ഒരു തരത്തിലൊരു അതിശയമുണ്ട് അല്ലേ? ഉള്ളതിലധികമോ കുറച്ചോ ആയിട്ടാണ് അവിടെയൊക്കെ പറയുന്നത്. പക്ഷെ നേരിട്ടുള്ള അതിശയോക്തിയുടെ അത്രയും തീവ്രമല്ലെന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ചൊല്ലുള്ളതിൽ കവിഞ്ഞുള്ളതെല്ലാം അതിശയോക്തിയാം, തെല്ലതിൻ സ്പർശമില്ലാതെ ഇല്ലലങ്കാരമൊന്നുമേ എന്ന് ഞാൻ പറയും. ചൊല്ലുള്ളതിൽ കവിഞ്ഞുള്ളതെല്ലാം, അതായത് ഉള്ളതിലധികമോ കുറച്ചോ, യഥാർത്ഥത്തിൽ പറയാൻ സാധിക്കുന്നതിൽ കൂടുതലോ കുറച്ചോ, ഉള്ളതിലധികമോ കുറച്ചോ പറയുന്നതാണ് അതിശയോക്തി എന്ന അലങ്കാരം. ഇതിൻ്റെ ഒരംശം മറ്റുള്ളവയിൽ തൊട്ട് തേച്ചിട്ടുണ്ടാകും. മറ്റുള്ളവയിൽ നിന്ന് സാമ്യോക്തി തുടങ്ങിയിട്ടുള്ള മറ്റ് അലങ്കാര വിഭാഗങ്ങളിൽ. അപ്പോൾ ചൊല്ലുള്ളതിൽ കവിഞ്ഞുള്ളതെല്ലാം അതിശയോക്തിയാം, തെല്ലിതിൻ സ്പർശമില്ലാതെ ഇല്ല അലങ്കാരം. മനസ്സിലായി? അപ്പോൾ അത് അലങ്കാരങ്ങളുടെ സത്ത ഇടിച്ച് പിഴിഞ്ഞ് വെച്ചിരിക്കുന്നത് ഈ അതിശയോക്തിക്കകത്താണ്. മറ്റെല്ലാ അലങ്കാരങ്ങളെയും അതിശയിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു പ്രഭാവം ആർക്കുണ്ട്? അതിശയോക്തിക്കുണ്ട്. ഈ അതിശയോക്തിയുടെ മേമ്പടി പോലെ ഈ അതിശയോക്തിയുടെ അംശങ്ങൾ മറ്റുള്ള സാമ്യോക്തി, വാസ്തവോക്തി, ശ്രേഷ്ഠോക്തി വിഭാഗങ്ങളിൽ ഒളിഞ്ഞു തെളിഞ്ഞു കിടക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് യാഥാർത്ഥ്യം. അടുത്തത് നമ്മൾ ഈ അതിശയോക്തി വിഭാഗം കഴിഞ്ഞാൽ, അപ്പോൾ അതിശയോക്തി വിഭാഗത്തിൽ വരുന്ന അലങ്കാരങ്ങളെ കുറിച്ച് നോക്കാം. നമ്മളിപ്പോൾ സാമാന്യമായിട്ടുള്ള വിഭജനത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുത്തത് സാമ്യോക്തി വിഭാഗമാണ്. വർണ്യമാമൊന്നിനെ നന്നായി വർണ്ണിപ്പാൻ അതുപോലിത് എന്ന് വേറൊന്നിനെ ചൂണ്ടിച്ചൊന്നിടുന്നത് സാമ്യമാം എന്നാണ് അതിൻ്റെ. വർണ്യമാം ഒന്നിനെ നന്നായി വർണ്ണിപ്പാൻ. വർണ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? വർണ്ണിക്കപ്പെടേണ്ടുന്ന വസ്തു. കവി ഏത് വസ്തുവിനെ കുറിച്ചാണോ പറയാൻ പോകുന്നത് അതിനെ നന്നായി വർണ്ണിക്കാൻ അതുപോലെ ഇത് എന്ന് വേറൊന്നിനെ ചൂണ്ടി പറയാം. അങ്ങനെ മറ്റൊരു സദൃശ വസ്തുവിനെ കണ്ടെത്തി അതുപോലെയാണ് ഇത് എന്ന് പറയാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള അലങ്കാരങ്ങൾ ഉൾപ്പെടുന്ന വിഭാഗമാണ് സാമ്യം. മനസ്സിലായി? ഇപ്പോൾ വർണ്യമാം ഒന്നിനെ നന്നായി വർണ്ണിപ്പാൻ അതുപോലിത് എന്ന് വേറൊന്നിനെ ചൂണ്ടിച്ചൊന്നിടുന്നത് സാമ്യമാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു പ്രകൃത വസ്തുവിൻ്റെതായ ചില ധർമ്മങ്ങളുണ്ടാകും. ആ ധർമ്മങ്ങളെ വർണ്ണിക്കുവാൻ എന്തു ചെയ്യുന്നു കവി? എന്തു ചെയ്യണം? ഒരു പ്രകൃത വസ്തുവിൻ്റെ ധർമ്മങ്ങളെ വർണ്ണിക്കുവാൻ ആ ധർമ്മങ്ങൾക്ക് പൂർത്തിയുള്ളതെന്ന് പരക്കെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള മറ്റൊന്നിനെ കണ്ടെത്തണം. സമാനമായ ഒരു അപ്രകൃത വസ്തുവിനെ ദൃഷ്ടാന്തമായിട്ടെടുത്ത് കാണിക്കുന്നതാണ് ഏത് വിഭാഗത്തിൽപ്പെട്ട അലങ്കാരങ്ങൾ? സാമ്യോക്തി വിഭാഗത്തിൽപ്പെട്ട അലങ്കാരം. വർണ്യമാം ഒന്നിനെ നന്നായി വർണ്ണിപ്പാൻ അതുപോലിത് എന്ന് വേറൊന്നിനെ ചൂണ്ടിച്ചൊന്നിടുന്നു. ഒരു പ്രകൃത വസ്തുവിൻ്റെ ധർമ്മങ്ങളെ വർണ്ണിക്കാനായി ധർമ്മങ്ങൾക്ക് പരക്കെ പൂർത്തിയുള്ളതെന്ന് അംഗീകരിക്കപ്പെട്ടിട്ടുള്ള സമ്മതമായ അപ്രകൃത വസ്തുവിനെ
ദൃഷ്ടാന്തമായിട്ടെടുത്ത് കാണിച്ചുകൊണ്ട് പറയുന്നതാണ് ഈ സംയുക്തി വിഭാഗത്തിൽപ്പെടുന്നതാണ്. അടുത്തത് നമുക്കറിയാം, മൂന്നാമത്തത് ഏതാണ്? വാസ്തവോക്തിയാണ്. ഈ വാസ്തവോക്തിയാണ് യഥാർത്ഥത്തിൽ ജീവിതഗന്ധിയായ അലങ്കാരം. കാവ്യത്തിന് ശോഭ പകരുന്നതാണ് എങ്കിലും കാവ്യശോഭാകരാൻ ധർമാൻ അലങ്കാരം പ്രചക്ഷതേ എന്നൊരു നിർവചനം തന്നെയുണ്ട്. അത് അലങ്കാരം എന്നുള്ള പഴയ സങ്കല്പത്തിലുള്ള അർത്ഥത്തിൻ്റെ അലങ്കാരവുമാകാം, ഈ അലങ്കാരവുമാകാം. കാവ്യത്തിന് ശോഭ വർദ്ധിപ്പിക്കുന്നതാണ് അലങ്കാരം. അതുപോലെ ഏറ്റക്കുറച്ചിലെന്നീ താൻ അർത്ഥപുഷ്ടി വരും വിധം വസ്തുസ്ഥിതികളെ ചൊല്ലുക വാസ്തവോക്തിയതായത്. എന്താ പറഞ്ഞു വന്നത്? ഏറ്റക്കുറച്ചിലെന്നീ താൻ. ഏറ്റക്കുറച്ചിലെന്നീ എന്ന് പറഞ്ഞാൽ ഏറ്റക്കുറച്ചിലില്ലാതെ, ഏറ്റക്കുറച്ചിലില്ലാതെ തന്നെ അർത്ഥപുഷ്ടി വരും വിധം, നല്ല വ്യക്തമായ അർത്ഥവ്യക്തത വരുന്ന വിധത്തിൽ ഉള്ള കാര്യം വളരെ മനോഹരമായി ചൊല്ലുന്നതാണ് വാസ്തവോക്തി വിഭാഗത്തിൽപ്പെട്ട അലങ്കാരം. പ്രകടമായ അതിശയോക്തി അതിൽ ഉണ്ടാകില്ല. അതിശയോക്തി സ്പർശം എല്ലാത്തിലും വരുമെന്ന് പറഞ്ഞെങ്കിലും വാസ്തവോക്തിയിൽ അങ്ങനെ പ്രകടമായിട്ട് വരില്ല. പ്രത്യക്ഷത്തിൽ വരില്ല. സൂക്ഷ്മമായ അംശത്തിൽ ചിലപ്പുണ്ടായിരുന്നത്. കാരണം ഇത് വാസ്തവം പറയുന്ന, വാസ്തവത്തെ ഉക്തമെന്ന് പറഞ്ഞ് പറയുക, വാസ്തവത്തെ പറയുന്നതാണ്, അതിശയത്തെ പറയുന്നതല്ല. അതിശയോക്തി കൂടാതെ വസ്തുക്കളുടെ വസ്തുസ്ഥിതികളെ കുറിച്ച് ചൊല്ലുന്നതാണ് വാസ്തവോക്തി എന്ന അലങ്കാര വിഭാഗം. അതിൽ ഒത്തിരി അലങ്കാരങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ ഓരോ വിഭാഗത്തിലും പെടുന്ന അലങ്കാരങ്ങളെക്കുറിച്ച് നമ്മളിനി പിന്നീട് സാന്ദർഭികമായിട്ട് ചർച്ച ചെയ്യേണ്ടതുണ്ട്. ചില ഏതാനും ഉദാഹരണങ്ങളെങ്കിലും നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. അടുത്തത് നമ്മൾ ശ്രേഷോക്തി വിഭാഗത്തെക്കുറിച്ചാണ് പറയേണ്ടത്. രണ്ടു കായ്കൾ ഒരേ ഞെട്ടിലുണ്ടാകും പോലെ ഭാഷയിൽ ഒരേ ശബ്ദത്തിനർത്ഥം രണ്ടുരച്ചാൽ ശ്രേഷ്ഠമാകുന്നത്. അത്രയേ ഉള്ളൂ. മനസ്സിലായല്ലോ കാര്യം? രണ്ട് കായ്കൾ, പഴങ്ങളോ അല്ലെങ്കിൽ കായ്കളോ ഒരു ഞെട്ടിൽ നിൽക്കുക. ഒരു ഞെട്ടിൽ രണ്ട് കായ്കൾ നിൽക്കുക. അപ്പോൾ ഒരു ഞെട്ടിൽ തന്നെ രണ്ട് കായ്കൾ ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നത് പോലെ ഒരു ശബ്ദത്തിന് സന്ദർഭത്തിനനുസരിച്ച് രണ്ടർത്ഥം വരുന്നുണ്ട് എങ്കിൽ ആ ഒരു രീതി പിന്തുടർന്നുകൊണ്ട് പ്രയോഗിക്കുന്ന അലങ്കാരം ശ്രേഷോക്തി വിഭാഗത്തിൽപ്പെട്ട അലങ്കാരം. രണ്ടു കായ്കൾ ഒരേ ഞെട്ടിലുണ്ടാകും പോലെ ഭാഷയിൽ ഒരേ ശബ്ദത്തിൽ അർത്ഥം രണ്ടുരച്ചാൽ ശ്ലേഷം, രണ്ടർത്ഥം. അപ്പോൾ ഇതാണ്, മനസ്സിലായല്ലോ? ഒരേ ഞെട്ടിൽ ഇരട്ടയായിട്ട് രണ്ട് പഴങ്ങൾ ഉണ്ടാകുന്നത് പോലെ ഒരേ ശബ്ദം കൊണ്ട് രണ്ടർത്ഥങ്ങളുടെ അനുഭവം നൽകുന്നതാണ് ശ്ലേഷോക്തി വിഭാഗത്തിൽപ്പെടുന്ന അലങ്കാരം. അപ്പോൾ അതിശയോക്തി വിഭാഗം, സാമ്യോക്തി വിഭാഗം, വാസ്തവോക്തി വിഭാഗം, ശ്ലേഷോക്തി. അപ്പോൾ അത് നമ്മൾ ഓർത്തിരിക്കുക. ചൊല്ലുള്ളതിൽ കവിഞ്ഞുള്ളതെല്ലാം അതിശയോക്തിയാം, തെല്ലതിന് സ്പർശമില്ലാതെ ഇല്ലലങ്കാരം. ഉള്ളതിലധികമോ കുറച്ചോ പറയുന്നതാണ് അതിശയോക്തി. സാമ്യാദി മൂലകാലങ്കാരങ്ങളിലാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ഇതിൻ്റെ ഒരംശം മറ്റുള്ളവയിലും വ്യാപിച്ചു നിൽക്കുന്നുണ്ട്, ചെറിയ തോതിലെങ്കിലും വ്യാപിച്ചു നിൽക്കുന്നതാണ്. അതാണ് ഇവിടെ പറയുന്നത്. അടുത്തതാണ് സാമ്യമൂലകം. വർണ്യമാം ഒന്നിനെ നന്നായി വർണ്ണിപ്പാൻ അതുപോലിത് എന്ന് വേറൊന്നിനെ ചൂണ്ടി ചൊന്നിയിടുന്നത് സാമ്യമാണ്. ഒരു പ്രകൃത വസ്തുവിൻ്റെ ധർമ്മങ്ങളെ വർണ്ണിക്കാൻ വേണ്ടി ആ ധർമ്മത്തിന് പൂർത്തിയുള്ളതെന്ന് പരക്കെ അംഗീകരിക്കപ്പെട്ട അല്ലെങ്കിൽ സമ്മതമായ ഒരു അപ്രകൃത വസ്തുവിനെ ദൃഷ്ടാന്തമായി എടുത്ത് വർണ്ണിക്കുന്ന അലങ്കാര വിഭാഗമാണ് സാമ്യോക്തി വിഭാഗം.
പിന്നീട് നമ്മൾ വാസ്തവോക്തിയിലേക്കാണ് വരുന്നത്. ഏറ്റക്കുറച്ചിലെന്നിയ താൻ, കൂടുതലും കുറവും ഒന്നും ഇല്ലാതെ. കൂടിയും കുറച്ചും പറയുന്നതാണ് അതിശയോക്തി. നേരത്തെ കൂട്ടിയും കുറച്ചും ഒന്നും പറയാതെ അർത്ഥം വ്യക്തമാകുന്ന രീതിയിൽ വസ്തുസ്ഥിതികളെ പറയുന്നതാണ് വാസ്തവോക്തി. ഏറ്റക്കുറച്ചിലെന്നിയതാൻ അർത്ഥപുഷ്ടി വരും വിധം വസ്തുസ്ഥിതികളെ ചൊല്ലുക വാസ്തവോക്തിയതായത്. പ്രകടമായ അതിശയോക്തി കൂടാതെ വസ്തുക്കളുടെ വസ്തുസ്ഥിതികളെ അതേപടി ചൊല്ലുന്നതാണ് ഈ അലങ്കാര വിഭാഗം. എന്നാൽ അതേസമയം ഒരു ശബ്ദത്തിന് രണ്ടർത്ഥം വരുന്ന രീതിയിലുള്ള അലങ്കാര കൽപ്പനകളാണ് ശ്ലേഷോക്തി വിഭാഗത്തിൽ വരുന്നത്. രണ്ടു കായ്കൾ ഒരേ ഞെട്ടിലുണ്ടാകും പോലെ ഭാഷയിൽ ഒരേ ശബ്ദത്തിന് അർത്ഥം രണ്ടുരച്ചാൽ, ഒരു ശബ്ദം, ഒരു ഞെട്ട്, രണ്ട് കായ്, അതുപോലെ ഒരു ശബ്ദം രണ്ടർത്ഥം. ഒരു ശബ്ദത്തിൽ അർത്ഥം രണ്ടുരച്ചാൽ ശ്രേഷ്ഠമാണ്. ഒരു ഞെട്ടിൽ ഇരട്ടയായിട്ട് രണ്ട് പഴങ്ങൾ ഉണ്ടാകുന്നത് പോലെ ഒരേ ശബ്ദധാരയിൽ രണ്ടർത്ഥങ്ങൾക്ക് അനുഭവം പ്രദാനം ചെയ്താൽ അത് ശ്രേഷ്ഠം. അപ്പോൾ ഈ 4 വിഭാഗങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. എന്നിട്ട് ഏറെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇന്നാലു സാധനം ചൊന്നതൊന്നൊന്നായിട്ടു തന്നെയും ഒന്നു രണ്ടുകൾ ചേർന്നിട്ടും നിന്നലങ്കാരമായിരുന്നു. ഈ 4 എണ്ണവും പ്രത്യേകമായിട്ട് നിന്നുകൊണ്ട് അലങ്കാരങ്ങളെ സംഭാവന ചെയ്യാറുണ്ട്. എന്നാൽ ഇവർ ചിലപ്പോൾ അതിശയത്തിൻ്റെ സ്വഭാവം സാമ്യം കാണിച്ചെന്ന് വരും. സാമ്യത്തിൻ്റെ സ്വഭാവം അതിശയം കാണിച്ചു, ചിലപ്പോൾ സാമ്യത്തിൻ്റെ സ്വഭാവം വാസ്തവത്തിലോട്ട് പോകും. അപ്പോൾ ഇങ്ങനെ ഒന്ന് രണ്ടുകൾ ചേർന്നിട്ടും ഇവരെ ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ ചില അലങ്കാരങ്ങളുടെ കാര്യത്തിൽ ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്തു എന്ന് വരാം. അതാണ് പറഞ്ഞത്. ഈ 4 സാധനം ചൊന്നത്, ഈ പറഞ്ഞ 4 സാധനവും, അതായത് 4 വിഭാഗവും 4 അലങ്കാര വിഭാഗവും ഓരോന്നായിട്ട് പ്രത്യേകമായിട്ട് തനതായിട്ട് നിന്നുകൊണ്ട് തന്നെ വ്യത്യസ്തങ്ങളായ അലങ്കാരങ്ങളെ കുറിച്ച് പറയുന്നു. അലങ്കാരങ്ങളെ നമ്മൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു. എന്നാൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ, ഈ 4 എണ്ണം ഉള്ളതിൽ ഒന്നോ രണ്ടോ പരസ്പരം ചേർന്ന് നിന്നുകൊണ്ടും അലങ്കാര കൽപ്പന നടത്താറുണ്ട്. അത്തരത്തിലുള്ള അലങ്കാരങ്ങളും ഉണ്ട്. രണ്ടിൻ്റെയും സ്വഭാവങ്ങൾ കാണിക്കുന്നു. ഏതെങ്കിലും 2 വിഭാഗങ്ങളുടെയും സ്വഭാവം കാണിക്കുന്ന അലങ്കാരങ്ങൾ. അതാണ് പറഞ്ഞത്. ഇന്നാലു സാധനം ചെന്നത് ഒന്നൊന്നായിട്ട് തന്നെയും ഒന്ന് രണ്ടുകൾ ചേർന്നിട്ടും ഇന്ന് അലങ്കാരമായിരുന്നു. ഇത്രയും പറഞ്ഞു വെച്ചാൽ മാത്രമേ നമുക്ക് അലങ്കാര പഠനത്തിൻ്റെ ആദ്യത്തെ പടി ചവിട്ടി കടക്കാവൂ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഒന്നാമത്തെ പടി കടന്നു. എന്താണ് അലങ്കാരം എന്താണെന്ന് മനസ്സിലാക്കി, അലങ്കാരത്തിൻ്റെ പ്രധാന വിഭാഗങ്ങൾ മനസ്സിലാക്കി. ശബ്ദാലങ്കാരമെന്നും അർത്ഥാലങ്കാരമെന്നും 2 പ്രധാന വിഭാഗങ്ങളുണ്ട്. അതിൽ അർത്ഥാലങ്കാരങ്ങൾക്കുള്ള ഉപവിഭജനങ്ങൾ 4 എണ്ണമാണെന്ന് മനസ്സിലാക്കി. ഈ 4 അലങ്കാര വിഭജനത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, ഈ തരത്തിൽ അലങ്കാരത്തെ ആദ്യമായി വിഭജിച്ച വ്യക്തിയെക്കുറിച്ച് ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. അതാണ് നമ്മുടെ AR അത് എഴുതാൻ പ്രേരണയായത്. രുദ്രടൻ എന്ന് പറഞ്ഞൊരു അലങ്കാരികനുണ്ട്. അദ്ദേഹത്തിൻ്റെ കൃതിയുടെ പേര് ഭാമകൻ കാവ്യാലങ്കാരം എഴുതിയ പോലെ തന്നെ ഇദ്ദേഹം വളരെ മുമ്പേ കാവ്യാലങ്കാരം എന്ന പേരിൻ്റെ കൃതി എഴുതിയിട്ടുണ്ട്. രുദ്രടൻ്റെ കാവ്യാലങ്കാരം. ആ കാവ്യാലങ്കാരം എന്ന കൃതിയിൽ അദ്ദേഹം ഇങ്ങനെ ഇഷ്ടംപോലെ കവികൾക്ക് ഉപയോഗിക്കേണ്ടുന്നതായിട്ടുള്ള ഈ അലങ്കാരങ്ങളെ ഈ 4 വിഭാഗത്തിൽ പെടുത്താം എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ള ആ വിഭജനം ആണ് പൊതുവായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി AR സ്വീകരിച്ചിട്ടുള്ളത്. മനസ്സിലായി? അപ്പോൾ ഈ 4 സാധനം ചെന്നത് ഒന്നൊന്നായിട്ട് തന്നെയും ഒന്ന് രണ്ടുകൾ ചേർന്നിട്ട് നിന്ന് അലങ്കാരമായിരുന്നു. അതെങ്ങനെയെന്നുള്ളത് നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് സ്വന്തമായിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ. അപ്പോൾ പഴയ അലങ്കാരികന്മാർ അലങ്കാരങ്ങൾക്ക് ലക്ഷണം കൽപ്പിച്ചത് ഈ 4 ഉപാധികളെ ആസ്പദമാക്കിക്കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ഒരേ അലങ്കാരത്തിന് തന്നെ പല അവാന്തര വിഭാഗം വരുന്നിടത്ത് ഒന്നിനൊരു ഉപാധിയും മറ്റൊന്നിന് മറ്റൊരു ഉപാധിയും ആയിപ്പോയി എന്നുള്ള അവസ്ഥയൊക്കെ വരാം. അതുകൊണ്ട് സാരൂപ്യ നിബന്ധന അപ്രസ്തുത പ്രശംസ സാമ്യോക്തിയിൽ ഉൾപ്പെട്ട അലങ്കാരമായിരിക്കെ കാര്യനിബന്ധനയും കാരണനിബന്ധനയുമായി അപ്രസ്തുത പ്രശംസകൾ വാസ്തവോക്തിയിൽ ചേരുന്നതായി കാണാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ
പറഞ്ഞതുപോലെ ചില അലങ്കാര വിഭാഗങ്ങൾ പരസ്പരം ചേർന്ന് നിന്നു വരാം. ചില അലങ്കാരങ്ങളുടെ കാര്യങ്ങൾ പറയും. ഓക്കെ, വിഭാഗങ്ങളുടെ കാര്യം പറയും. അപ്പോൾ അത് സാമാന്യമായിട്ട് നിങ്ങൾ ടെക്സ്റ്റിലൊക്കെ നോക്കി മനസ്സിലാക്കുക. ഇനി നമുക്ക് അലങ്കാരങ്ങളെക്കുറിച്ചുള്ള വിശദമായ പഠനങ്ങളിലേക്ക് വരാം. അതിൽ ഒന്നാമത്തത് സാമ്യോക്തി വിഭാഗം. ഈ അലങ്കാരങ്ങൾ, പ്രധാനപ്പെട്ട ചില അലങ്കാരങ്ങൾ പഠിച്ചതിന് ശേഷം പിന്നീട് നമുക്ക് അവ തമ്മിലുള്ള വ്യത്യാസം കൂടെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കണം, എങ്കിലേ അത് തറവാവുള്ളൂ. പിന്നെ ഒരു കാര്യം, ഈ അലങ്കാരം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എപ്പോൾ ചോദിച്ചാലും നമുക്ക് സംശയലേശമൊഴിഞ്ഞ് ഇതിനെക്കുറിച്ച് പറയാൻ കഴിയണം. ആ ഒരു മനസ്സോടുകൂടി ആയിരിക്കണം അതിനെ ഗ്രഹിക്കാൻ ശ്രമിക്കണം. സംശയങ്ങളുള്ളത് അപ്പോഴപ്പോഴും തന്നെ തീർത്തു പോവുകയും വേണം. ഒന്നിനൊന്നോട് സാദൃശ്യം ചൊന്നാൽ ഉപമയാമത് മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖം. ഇത് നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കാം. വളരെ ലളിതമായ, സാർവത്രികമായി ഉപയോഗിക്കുന്ന, കാളിദാസൻ ഒട്ടേറെ ഉപയോഗിച്ചിട്ടുള്ള ഒരലങ്കാരമാണ് ഉപമ. പക്ഷേ അത്ര നിസ്സാരക്കാരനല്ല ഈ ഉപമ. ഉപമയ്ക്ക് ഒരുപാട് ഉപവിഭാഗങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ഉപമയുടെ സാമാന്യ സ്വഭാവമാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. പിന്നീട് മതി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഒന്നിന് ഒന്ന്, ഒരു വസ്തു ഇരിക്കുന്നു, ആ വസ്തുവിന് മറ്റൊരു വസ്തുവിനുണ്ട് സാദൃശ്യമുണ്ട് എന്ന് പറഞ്ഞാൽ അത് എന്തായാലും ഉപമ. പക്ഷെ ഈ ഉപമ എന്ന് പറയുന്ന ആ അലങ്കാരത്തിനകത്ത് ചില ഘടകങ്ങൾ ഉണ്ടാകണം എന്നുള്ളതാണ് പ്രധാനം. എന്താണ് ആ ഘടകങ്ങൾ? നിങ്ങൾക്കറിയാം. ഉപമയ്ക്ക് ഒരു വർണ്ണ്യവസ്തു വേണം. ഈ വർണ്ണ്യവസ്തുവിന് ഉപമേയം എന്നൊരു പ്രയോഗമുണ്ട്. ഉപമേയം, ഉപമിക്കുന്നത് ഏതിനെയാണോ അത് ഉപമേയം. ഇനി അടുത്ത ഉപമാനം, ഏതിനോടാണോ ഉപമിക്കുന്നത് അത് ഉപമാനം. ഇനി ഉപമാവാചകം, ഉപമിക്കുന്ന അവയെ പരസ്പരം ചേർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രയോഗം. പിന്നെ സാധാരണ ധർമ്മം. ഈ ചേർക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഈ ഉപമാനവും ഉപമേയവും തമ്മിൽ എന്തോ ഒരു ധർമ്മത്തിലുള്ള യോജിപ്പുണ്ട്. അപ്പം അതാണ് സാധാരണ ധർമ്മം എന്ന് പറയുന്നത്. രണ്ടിനും ഒരുപോലെ യോജിക്കുന്ന ധർമ്മത്തെയാണ് സാധാരണ ധർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഘടകങ്ങൾ ഒരു ഉപമയ്ക്കകത്ത് ഉണ്ടാവണം, ഒരു പൂർണ്ണമായ ഉപമയ്ക്കകത്ത് ഉണ്ടാവണം എന്നുള്ളതാണ്. ഒരു വസ്തുവിന് മറ്റൊരു വസ്തുവിനോട് ചമത്കാരകാരകമായ സാദൃശ്യം ചൊല്ലുന്നതാണ് ഉപമാനം. അത് പ്രധാനമാണ്. ചമത്കാരകാരകമായ സാദൃശ്യമായിരിക്കണം. ആ സാദൃശ്യ കൽപ്പന കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു സന്തോഷം തോന്നണം. അപ്പോൾ ഇവിടെ നമ്മൾ ഉദാഹരണം അതിനോടൊപ്പം പറഞ്ഞു. ഒന്നിനൊന്നോട് സാദൃശ്യം ചെന്നാൽ ഉപമയാവുന്നത് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൽക്കുന്നു. ഇവിടെ മന്നവേന്ദ്രൻ ആരാ? രാജാവാണ്. ചന്ദ്രനോ ആകാശത്ത് നിൽക്കുന്നു, സ്വർണ്ണ നിറത്തിൽ വിരാജിക്കുന്നു, വട്ടമുഖമുള്ള ആളാണ് ചന്ദ്രൻ. ഇപ്പോൾ രാജാവിൻ്റെ മുഖം മുന്നിട്ട് പോയിട്ട് പറയുകയാണ്, മന്നവേന്ദ്ര, അങ്ങയുടെ രാത്രി രാവ് കുഴിച്ച് നിൽക്കുന്ന മനോഹരമായ ചന്ദ്രനെ പോലെ നിന്റെ മുഖം ശോഭിക്കുന്നു എന്ന് പറയുന്നു. അവിടെ മന്നവേന്ദ്രൻ ഉപമേയം അല്ലേ? മന്നവേന്ദ്രൻ ഉപമേയം. പിന്നെ ആരാവും ഉപമാനം? ചന്ദ്രൻ. ചന്ദ്രൻ ഉപമാനം. ഉപമാനവും അല്ല, ഉപമേയവും ഉപമാനവും നമുക്ക് മനസ്സിലായി. അടുത്ത ഇനി ആരെയാണ് പിടിക്കേണ്ടത്? സാധാരണ ധർമ്മം. സാധാരണ ധർമ്മം ഉപമാവാചകവും വിളങ്ങുന്നു. വിളങ്ങുന്നു, ശോഭിക്കുന്നു. അപ്പോൾ ചന്ദ്രനും ശോഭിക്കുന്നു, രാജാവും ശോഭിക്കുന്നു. അതാണ് വിളങ്ങുന്നു. അപ്പോൾ അത് സാധാരണ ധർമ്മം. രണ്ടിനും ഒരുപോലെ യോജിക്കുന്നതാണ് വിളങ്ങുക എന്നുള്ളത്. പോലെ നിൻമുഖം.
ചന്ദ്രനെ പോലെ നിന്നത്. അവിടെ പോലെ എന്ന് പറയുന്നത് ഉപമാവാചകം, ഉപമിക്കുന്ന വാചകം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു വ്യാഖ്യാനിക്കാൻ ഒരു ലളിതമായ ഉദാഹരണമാണ് ഇത്. കുവലയാനന്ദം എന്ന ആലങ്കാരിക ഗ്രന്ഥം, അലങ്കാരത്തെക്കുറിച്ചുള്ള അപ്പയ്യ ദീക്ഷിതർ എഴുതിയ കുവലയാനന്ദത്തെ മുൻനിർത്തിയാണ് അദ്ദേഹം പിന്നീടുള്ള അലങ്കാരങ്ങളെക്കുറിച്ചുള്ള വിവരണവും ലക്ഷ്യലക്ഷണ സമന്വയവുമൊക്കെ ചെയ്തു പോന്നിട്ടുള്ളത് ഭാഷാഭൂഷണത്തിലെയാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ ഉപമയെക്കുറിച്ച് വിശദമായിട്ടല്ല, സാമാന്യമായിട്ട് തന്നെ, വിശദമായിട്ട് വേണ്ട, സാമാന്യമായിട്ട് ഉപമയും ഉപമയുടെ ഉപവിഭാഗങ്ങളെയും കുറിച്ച് മനസ്സിലാക്കണം. അതിനുശേഷം അടുത്ത അലങ്കാരത്തിലേക്ക് പോകാം. ഓക്കെ, ഇന്നത്തെ ഈ